ബഹുമാനപ്പെട്ട വികാരിച്ച എല്ലാ അച്ഛന്മാരെ, മോൺസിഞ്ഞോർ മാത്യു പനക്കക്കുഴി, മറ്റു തിളച്ച പ്രിയപ്പെട്ട വൈദിക സഹോദരങ്ങളെ, മാതാപിതാക്കളെ, പ്രിയപ്പെട്ട സമർപ്പിതരെ, നമുക്ക് വളരെ സ്നേഹവാത്സല്യങ്ങളുള്ള പനക്കക്കുഴിയിൽ മേരി അമ്മച്ചിയുടെ സംസ്കാര ശുശ്രൂഷയിൽ നമ്മൾ പ്രാർത്ഥിച്ച് പങ്കെടുക്കുകയാണ്. ദീർഘമായ ഒരു കാലഘട്ടം, 90-ലധികം വർഷങ്ങൾ ഭൂമിയിൽ ജീവിച്ച് നല്ല ക്രിസ്തീയ മാതൃക നൽകുന്നതിന് ആ അമ്മച്ചിക്ക് സാധിച്ചു എന്ന് പറയുവാനായിട്ട് എനിക്ക് അതിയായ സന്തോഷമുണ്ട്. വേദപുസ്തകത്തിലെ വലിയ മാതാക്കളെക്കുറിച്ച് നമുക്കൊക്കെ അറിയാം. സാറായും റബേക്കായും എലിസബത്തും പരിശുദ്ധ മറിയവുമെല്ലാം വലിയ മാതാക്കളാണ്. അവരിൽ നിന്നുള്ള ആത്മീയതയാണ് സഭയുടെ ഏറ്റവും വലിയ കരുത്തായിട്ട് നമ്മൾ കരുതുന്നതും നമ്മൾ മധ്യസ്ഥം പ്രാർത്ഥിക്കുന്നതും ആ തലങ്ങളിലാണ്. അങ്ങനെയുള്ള വലിയൊരു മാതാവായിട്ടാണ്, അമ്മയായിട്ടാണ് പനക്കക്കുഴിയിൽ മേരി അമ്മച്ചിയെ എനിക്കും കാണാനായിട്ട് സാധിച്ചിട്ടുള്ളത്. വളരെ നല്ല സ്നേഹവും ശാന്തതയും സൗമ്യതയും ഒക്കെ ജീവിതത്തിൽ പുലർത്തി നിരന്തരമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരമ്മ. അമ്മയെ നമ്മൾ കാണുമ്പോഴൊക്കെ, പ്രത്യേകിച്ച് ഈ അവസാന വർഷങ്ങളിൽ, അമ്മയുടെ കണ്ണുകൾ സ്വർഗത്തിലേക്ക് തുറന്നിരുന്ന 2 കണ്ണുകൾ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. നിഷ്കളങ്കതയുടെ അവതാരമായ അമ്മ സ്വർഗത്തെ നോക്കിയിരുന്ന് പ്രാർത്ഥിച്ചിരുന്ന് അവിടേക്ക് പോകാനുള്ള വലിയൊരു സന്തോഷം മനസ്സിൽ കാത്തു സൂക്ഷിച്ച വ്യക്തിയാണ്. ഒരു അർത്ഥത്തിൽ പറഞ്ഞാൽ 40-ലധികം വർഷങ്ങളായിട്ട് കുടുംബത്തിലെ പിതാവിൻ്റെ ചുമതല കൂടി വഹിക്കേണ്ടി വന്ന ഒരമ്മയാണ് അവർ. മക്കളെ എല്ലാവരെയും, 6 മക്കളെയും നല്ലതുപോലെ സ്നേഹിച്ച് പഠിപ്പിച്ച് വലുതാക്കി അവർ കർത്താവിൻ്റെ മുൻപിൽ നല്ലതുപോലെ വ്യാപരിക്കുന്നത് കാണുവാനായിട്ട് അമ്മയ്ക്ക് സാധിക്കുകയും ചെയ്തു. ഇന്നത്തെ പരിശുദ്ധ കുർബാനയിലെ സുവിശേഷത്തിൽ അന്ത്യവിധിയെക്കുറിച്ചുള്ള സുവിശേഷ ഭാഗമാണല്ലോ നമ്മൾ വായിച്ചത്. നമ്മളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഊർജവും അതുതന്നെയാണ്. നിത്യസമ്മാനത്തിനായിട്ട് നമ്മൾ ഒരുങ്ങുന്നു. ആ സമ്മാനം കരസ്ഥമാക്കാൻ യോഗ്യമായ പ്രവൃത്തികൾ നമ്മൾ ചെയ്യണം എന്നുള്ള വലിയ ഒരു കാറ്റക്കൈസിസാണ് ആ തിരുവചനം നമുക്ക് നൽകുന്നത്. എല്ലാ സംസ്കാര ശുശ്രൂഷകളിലും നമ്മൾ കാണുന്നതും അതാണ്. ദൈവം നടത്തുന്ന വലിയൊരു സന്ദർശനമാണ് ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവളുടെ മരണം. ആ സന്ദർശനത്തിലാണ് നമുക്ക് നിത്യജീവനിലേക്കുള്ള കാരുണ്യ പ്രവൃത്തികൾ കർത്താവ് എടുത്ത് പറഞ്ഞിരിക്കുകയാണല്ലോ. വിശന്നു, ദാഹിച്ചു, പരദേശിയായിരുന്നു, നഗ്നനായിരുന്നു, ചേർന്ന പ്രവൃത്തികൾ നമ്മൾ ചെയ്യുമ്പോൾ, ആ കാരുണ്യ പ്രവൃത്തികൾ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ സ്വർഗത്തിന് അവകാശികളാവുകയാണ്. ചെറിയവർക്ക് വേണ്ടി, ഒന്നുമില്ലാത്തവർക്ക് വേണ്ടി അതെല്ലാം നമ്മൾ ചെയ്തപ്പോൾ ദൈവത്തിന് വേണ്ടി ചെയ്യുകയാണ്. ഇതെൻ്റെ ശരീരമാകുന്നു എന്ന് കർത്താവ് അപ്പമെടുത്ത് പറഞ്ഞതുപോലെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. ഈ ചെറിയവർക്ക് നിങ്ങൾ ചെയ്തത് എനിക്ക് വേണ്ടി ചെയ്തതാണ്, അവർ എൻ്റേതാണ്, എൻ്റെ ശരീരത്തിൻ്റെ സജീവമായ ഭാഗമാണ്. അങ്ങനെയുള്ള ആ വലിയ സന്ദേശം ഇന്ന് കുർബാനയിൽ നമ്മൾ കേൾക്കുകയും വായിക്കുകയും
ഇപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ നമ്മളത് ഒരിക്കൽ കൂടെ കൊണ്ടുവരികയും ചെയ്യുകയാണ്. കാരുണ്യ പ്രവൃത്തികൾ, കരുണയുടെ ജൂബിലിയുടെ ഈ വിശുദ്ധ വർഷത്തിൽ നമ്മെ സംബന്ധിച്ചും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആ 6 കാരുണ്യ പ്രവൃത്തികൾ ഞാൻ കരുതുന്നത് ഈ അമ്മച്ചിയുടെ 6 മക്കളെപ്പോലെയാണ്. അവർ പ്രവൃത്തികൾ, നന്മയുടെ പ്രവൃത്തികൾ, കാരുണ്യത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരാണ്. മനുഷ്യപുത്രൻ എന്ന വലിയ ഈശോയ്ക്ക് തന്നെ ഇഷ്ടമുള്ള ആ പ്രയോഗശൈലിയാണല്ലോ ഇന്നത്തെ തിരുവചനത്തിൽ നമ്മൾ കണ്ടത്. മനുഷ്യപുത്രനാകുമ്പോൾ അതിനു മുമ്പും ഈശോ പറഞ്ഞിരുന്നു, മനുഷ്യപുത്രന് ഭൂമിയിൽ തലചായ്ക്കാൻ ഇടം പലപ്പോഴും കിട്ടുന്നില്ല. മറിയം അമ്മച്ചിയുടെ ജീവിതം നമ്മൾ നോക്കുമ്പോൾ മനുഷ്യപുത്രന് തലചായ്ക്കാൻ ഇടം കൊടുത്ത ഒരു വീടായിരുന്നു അവരുടെ പ്രാർത്ഥനയും വളരെ ലളിതമായ ജീവിതവും ദൈവവിചാരത്തോടു കൂടിയ പെരുമാറ്റക്രമങ്ങളുമെല്ലാം മനുഷ്യപുത്രന് ഇടം കൊടുക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ അതുപോലെ പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെയുള്ള ചിരോദാത്തമായ ഒരു മാതൃക നമുക്ക് അമ്മ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തിരുവചനത്തിൽ നമ്മൾ കാണുന്നത് പോലെ നീതിമാന്മാർ തങ്ങളുടെ പിതാവിൻ്റെ ഭവനത്തിൽ സൂര്യനെ പോലെ ശോഭിക്കും. അമ്മ ഇവിടെയായിരുന്നപ്പോഴും അമ്മയുടെ മുഖത്തും അമ്മയുടെ വാക്കുകളിലും ആ ശോഭ നമുക്ക് നല്ലതുപോലെ കാണാമായിരുന്നു. അമ്മ നമുക്ക് നൽകുന്ന പാഠവും ഞാൻ കരുതുന്നു അതാണ്. നിത്യരക്ഷയോ അല്ലെങ്കിൽ നിത്യശിക്ഷയോ എന്താണ് നമുക്ക് കിട്ടുന്നത് എന്നത് ഈ കാരുണ്യ പ്രവൃത്തികളുടെ അതിനെ പരിഗണിച്ചുകൊണ്ടുള്ള ഒരു വിലയിരുത്തലിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ്. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ സത്യവിശ്വാസത്തിൽ ജീവിതം സമർപ്പിച്ച അമ്മ കർത്താവിൻ്റെ ഭവനത്തിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ഈശോയുടെ ഇരിപ്പിടത്തിൽ സ്വർഗത്തിലെ സിംഹാസനത്തിൽ ഈശോയോടൊത്ത് അമ്മയ്ക്ക് നിത്യാനന്ദം കിട്ടും, അമ്മയ്ക്ക് ഇടം കിട്ടും എന്ന് നമ്മളും ഉറച്ച് വിശ്വസിക്കുകയാണ്. ആ പ്രത്യാശയാണ് ക്രിസ്തീയതയുടെ ബേണിംഗ് ബുഷ്. ക്രൈസ്തവ ലോകത്ത് നിറഞ്ഞു നിൽക്കുന്ന അഗ്നി, കരുത്ത് എന്നുള്ളത് നമുക്ക് പുനരുത്ഥാനമുണ്ട്, നിത്യജീവനുണ്ട്, സ്വർഗമുണ്ട് എന്നൊക്കെയുള്ള ആ ചിന്തയാണ്. അതെല്ലാം കൊച്ചുനാളിൽ ഈ അമ്മ ഈ 6 മക്കളെയും മരുമക്കളെയും എല്ലാം പഠിപ്പിച്ച് ഒരുക്കി അവർ ഇന്ന് ആ സുവിശേഷത്തിൻ്റെ പ്രഘോഷകരായിട്ട് ജീവിക്കുന്നവരാണ്. അവരെല്ലാവരെയും എനിക്കും വ്യക്തിപരമായിട്ടറിയാം. നമ്മുടെ മോൺസിഞ്ഞോർ മാത്യുവും ഡിസി ചേച്ചിയും ലില്ലിയും 2 ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സും സാലിയും റാണിയും അതുപോലെ വീട്ടിൽ കുടുംബജീവിതം നയിക്കുന്ന സാബുവും അവരെല്ലാം ഈ അമ്മയുടെ നല്ല ആത്മീയ പൈതൃകം കണ്ടെത്തിയ മക്കളാണ്. നമ്മുടെ രൂപതയ്ക്ക് തന്നെ വലിയൊരു അംഗീകാരവും ഒരു അസറ്റുമായിരുന്നു പനക്കക്കുഴിയച്ഛന് ബ്രസീലിലെ സഭ ഔദ്യോഗികമായ മോൺസിഞ്ഞോർ പദവി നൽകി അദ്ദേഹത്തെ അനുമോദിച്ചതും ആ സഭ അങ്ങനെ സ്വീകരിച്ചതും വളരെ വിരളമായിട്ട് മാത്രമേ, പ്രത്യേകിച്ച് മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് ചൊല്ലുന്ന വ്യക്തികൾക്ക് അപൂർവമായിട്ട് മാത്രമേ മോൺസിഞ്ഞോർ പദവി സഭ നൽകുന്ന ഒരു അംഗീകാരമാണ്. അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയെ, അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തെ അവർ എങ്ങനെ കണ്ടിരുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ഒരു അടയാളമാണ്. അദ്ദേഹത്തിൻ്റെ രൂപതയിലും അദ്ദേഹമായിരിക്കുന്ന സ്ഥലത്തുമെല്ലാം അതനുസരിച്ചുള്ള പ്രത്യേകമായിട്ടുള്ള ശുശ്രൂഷ അംഗീകാരവും പദവിയും എല്ലാം ഉണ്ട് എന്ന് നമുക്കറിയാം. അദ്ദേഹം ബ്രസീലിൽ നിന്ന് കർത്തനാൾ ഇവിടെ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളെല്ലാം ഇംഗ്ലീഷിലും മലയാളത്തിലുമാക്കി വിവർത്തനം ചെയ്തതെല്ലാം മോൺസിഞ്ഞോർ മാത്യു പനക്കക്കുഴിയച്ഛനാണ്. അദ്ദേഹം ഇന്നും നമ്മുടെ രൂപത പ്രവർത്തനങ്ങളോട്, രൂപതയുടെ പൊതുവായിട്ടുള്ള കാര്യങ്ങളോടെല്ലാം വളരെ സ്നേഹവാത്സല്യത്തോടെ ബന്ധം പുലർത്തുന്ന വ്യക്തിയാണ് എന്നുകൂടെ പറയാൻ എനിക്ക് അതിയായ സന്തോഷവുമുണ്ട്. വലിയൊരു ഭാഗ്യമാണ് അദ്ദേഹത്തിന് ഈ
വിദൂരമായ ബ്രസീലിൽ നിന്ന് ഇത്ര പെട്ടെന്ന് യാത്ര ചെയ്ത് ഇവിടെ വന്ന് അമ്മയുടെ സംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ പറ്റുന്നത് തന്നെ ദൈവം അദ്ദേഹത്തിന് നൽകിയ വലിയ കൃപയും കാരുണ്യവുമായിട്ട് ഈ അവസരത്തിൽ ഞാൻ കരുതുകയാണ്. അതുപോലെ തന്നെ 2 ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, അവർ നമ്മളുടെ സ്കൂളിലും വിദേശത്തുമായിട്ട് വ്യത്യസ്ത ശുശ്രൂഷകൾ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. അവരുടെ നന്മ പ്രവൃത്തികളും ഈ അമ്മ വളരെ സന്തോഷത്തോടു കൂടി കണ്ട് ആനന്ദിച്ചിരുന്നു എന്ന് ഞാൻ പ്രത്യേകമായിട്ട് ഈ അവസരത്തിൽ ഓർമ്മിക്കട്ടെ. ഞാൻ എൻ്റെ വാക്കുകൾ സംഹരിക്കുകയാണ്. അവസാനമായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട മറ്റത്തിലച്ഛന് ലിപ്പച്ചന് മെച്ചിയുടെ ചെറുമകനാണ്, മകളുടെ മകനാണ്. അവർ വർഷങ്ങളായിട്ട് ഒരു വീട്ടിൽ താമസിക്കുന്നത് കൊണ്ട് സ്വന്തം മകനെ പോലെ അല്ലെങ്കിൽ അതിനപ്പുറത്തുള്ള വാത്സല്യത്തോടു കൂടി അമ്മച്ചി ഫിലിപ്പച്ചനെ കാണുകയും മനസ്സിലാക്കുകയും വളർത്തുകയും അച്ഛൻ്റെ പഠനത്തിലും PhD കരസ്ഥമാക്കിയ അവസരത്തിലുമൊക്കെ അമ്മച്ചി വളരെ സംതൃപ്തിയോടുകൂടി അതിനുശേഷം എന്നോട് ആ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുകയും എല്ലാം ചെയ്ത് ഞാൻ പ്രത്യേകമായിട്ട് ഈ അവസരത്തിൽ ഓർക്കുന്നു. അദ്ദേഹം ശുശ്രൂഷ ചെയ്യുന്ന കുന്നോത്ത് മേജർ സെമിനാരിയിൽ നിന്ന് ബഹുമാനപ്പെട്ട അച്ഛനും നമ്മുടെ വിവരക്കാരനായ പുതുമനി അച്ഛനും മറ്റ് വൈദിക സഹോദരങ്ങളുമെല്ലാം ഇതിൽ പങ്കെടുക്കുന്നത് മറ്റത്തിലച്ഛനോടും അവർക്കറിയാം മറ്റത്തിലച്ഛന് ഈ വല്യമ്മച്ചിയോട് ഉള്ള അടുപ്പവും സ്നേഹവും എത്ര വലുതായിരുന്നുവെന്ന്. അങ്ങനെ വളരെ വലിയ ഒരു വൈദിക സമൂഹത്തിൻ്റെ സാന്നിധ്യത്തിലും പ്രാർത്ഥനയിലുമാണ് അമ്മച്ചിയെ നമ്മൾ ഈ വലിയ തറവാട് പള്ളിയിൽ പുരാതനമായ ക്രൈസ്തവ ദേവാലയത്തിൻ്റെ സെമിത്തേരിയിൽ സംസ്കരിക്കുന്നത്. പുനരുത്ഥാനം നൽകി